ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെടുക്കാൻ പോകുന്നത് കാർഷിക വിളകളാണ്. ഇന്ത്യയിൽ വൈവിധ്യമാർന്ന കാർഷിക വിളകളെ ഭക്ഷ്യവിളകൾ എന്നും ധാന്യവിളകൾ എന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഭക്ഷ്യവിളകളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ഭക്ഷ്യവിളകൾ എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണ ആവശ്യത്തിന് വേണ്ടി ഭക്ഷ്യവസ്തുക്കളായിട്ട് നേരിട്ട് ഉപയോഗിക്കുന്ന വിളകളെയാണ് ഭക്ഷ്യവിളകൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നെല്ല്, ഗോതമ്പ്, ചോളം, ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. PSC ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പം ചെറിയ ചെറിയ കണക്ഷൻസ് ഒക്കെ വെച്ചിട്ടാണ് പറയുന്നത്, ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം പറയാൻ പോകുന്നത് നെല്ലാണ്. നെല്ലിന്റെ താപനില എന്ന് പറയുന്നത് 24 ഡിഗ്രി സെൽഷ്യസ് മുകളിൽ. ഓക്കെ, 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ. നെല്ലെന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ അല്ലെ, കേരളത്തിലേക്ക് കൃഷി ചെയ്യുന്നതാണ്. അത് ഏകദേശം കേരളവുമായി ബന്ധപ്പെട്ട കാലാവസ്ഥയായിരിക്കും നെല്ലിന് അനുയോജ്യമായിട്ടുള്ളത്. അങ്ങനെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ താപനില എന്ന് പറയുമ്പോൾ ഏകദേശം 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് വേണ്ടത്. മഴ എന്ന് പറയുന്നത് കേരളത്തിൽ അത്യാവശ്യം മഴ ലഭിക്കുന്ന ഒരു സംസ്ഥാനമാണ് അല്ലെ. അപ്പൊ എന്താണ്, ഒരു 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ വേണം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതാണ്. ഈ നമ്പേഴ്സ് ഒക്കെ ഒന്ന് പഠിച്ചു വയ്ക്കണം. ഓക്കെ, നെക്സ്റ്റ് ശാസ്ത്രീയ നാമം. നെല്ലിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ഒറൈസ സറ്റൈവ. ഓക്കെ, ഒറൈസ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് റൈസ് കിട്ടുന്നുണ്ട് അല്ലെ, റൈസ് ചോറൊക്കെ കിട്ടുന്നില്ല, റൈസ്. അപ്പൊ റൈസുമായിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി, നമുക്ക് നെല്ലിന്റെ ശാസ്ത്രീയ നാമം കിട്ടും. നെല്ലിന്റെ ശാസ്ത്രീയ നാമമാണ് ഒറൈസ സറ്റൈവ. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളയാണ് നെല്ല് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിള. ലോകത്തിൽ നെല്ലുൽപാദനത്തിൽ 1-ാം സ്ഥാനം ആർക്കാണ്? ചൈനക്കാണ്. ഇത് എപ്പോഴും തെറ്റുന്നതാണ്, ഇന്ത്യക്കല്ല ചൈനക്കാണ്. ലോകത്തിലെ നെല്ലുൽപാദനത്തിൽ 1-ാം സ്ഥാനം ചൈനയാണ്. എന്നാൽ ലോകത്തിൽ തന്നെ അരിയുടെ ഉപയോഗത്തിലും 1-ാം സ്ഥാനം ആർക്കാണ്? ചൈന തന്നെയാണ്. നെല്ലിന്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത് ആരാണ്? നമ്മുടെ ചൈനയാണ്, ഇന്ത്യ അല്ല കേട്ടോ. ഇന്ത്യ 2-ാം സ്ഥാനത്താണ്. ഓക്കെ, ലോകത്തിൽ നെല്ലുൽപാദനത്തിൽ 1-ാം സ്ഥാനം ചൈനയ്ക്കാണ്. അതുപോലെ ലോകത്തിൽ അരിയുടെ ഉപഭോഗത്തിൽ ഓക്കെ യൂസ് ചെയ്യുന്നതിൽ 1-ാം സ്ഥാനവും ചൈന തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗങ്ങൾ ഒന്നുകൂടി നോക്കുക. താപനില എന്ന് പറയുന്നത് 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്. നെല്ലിന്റെ കാര്യമാണ് പറയുന്നത്. മഴ കൂടുതൽ വേണം അല്ലെ, 150 സെന്റിമീറ്ററിൽ കൂടുതൽ. ശാസ്ത്രീയ നാമം എന്ന് പറയുമ്പോൾ നമ്മൾ റൈസ് എടുത്തു, റൈസ സറ്റൈവ. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിള എന്ന് പറയുന്നത് നെല്ലാണ്. ഓക്കെ, ലോകത്തിലെ നെല്ലുൽപാദനത്തിൽ 1-ാം സ്ഥാനം ചൈനക്കാണ്. അതുപോലെ ലോകത്തിൽ അരിയുടെ ഉപഭോഗത്തിൽ 1-ാം സ്ഥാനം ആർക്കാണ്? ചൈനക്ക് തന്നെയാണ്. 2-ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. ഓക്കെ, നെക്സ്റ്റ് 2-ാം സ്ഥാനം ആർക്കാണ്? നമ്മൾ പറഞ്ഞല്ലേ, ഇന്ത്യക്കാണ്. ഈ നെൽകൃഷിക്ക് ഏറ്റവും അത്യാവശ്യമായ മണ്ണ് എന്ന് പറയുന്നത് ഏക്കൽ മണ്ണാണ്. ഓക്കെ, ഏക്കൽ മണ്ണ് എന്ന് പറയുമ്പോൾ നദികൾ കൊണ്ടുവരുന്ന മണ്ണ്. ഓക്കെ, നദികൾ കൊണ്ടുവരുന്ന മണ്ണാണ് ഏക്കൽ മണ്ണ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മണ്ണാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ പശ്ചിമ ബംഗാളിലാണ്. ഇന്ത്യയിൽ നെല്ലുൽപാദനം ഏറ്റവും കൂടുതൽ ഉള്ളത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ അത് പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാൾ. പിന്നെ ഈ ഏക്കൽ മണ്ണ് നമുക്കൊന്ന് കണക്ട് ചെയ്യണ്ടേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവില്ലേ? അപ്പൊ ഈ നെല്ല് എന്ന് പറയുമ്പോൾ നമ്മളെ ചോറൊക്കെ നമ്മൾ ആക്കുന്ന സമയത്ത് നമ്മൾ അരിയൊക്കെ ചേരും അല്ലേ. അരിയിൽ എന്തുണ്ടാവും? കല്ലൊക്കെ ഉണ്ടാവും. എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. കല്ല്, ഏക്കൽ മണ്ണ് എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏക്കൽ മണ്ണ് നമുക്ക് കിട്ടും. ഓക്കെ, ഏറ്റവും കൂടുതലുള്ളത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളാണ്. അന്താരാഷ്ട്ര നെല്ല് വർഷം 2004 ചോദിച്ചതാണ്. അന്താരാഷ്ട്ര നെല്ല് വർഷം എന്ന് പറയുന്നത് 2004. 4 നെല്ല്, 4 നെല്ല്, ഒരു കണക്ഷൻ ഉണ്ടല്ലോ. അക്ഷരങ്ങളെല്ലാം സെയിം ആണ്. 4ന്റെയും നെല്ല്, 4 അല്ലെ, 2 അക്ഷരങ്ങൾ സെയിം ആണ്. അതുകൊണ്ട് അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം. അന്താരാഷ്ട്ര നെല്ല് വർഷം 2004. ഇന്ത്യയുടെ നെല്ലറ എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയുടെ നെല്ലറ എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശ് എവിടെയാണ്? നമ്മുടെ സൗത്ത് ഭാഗത്താണ് അല്ലെ, ഇന്ത്യയുടെ സൗത്ത് ഭാഗത്ത്. ഇന്ത്യയുടെ നെല്ലറ എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശാണ്. എന്നാൽ ഇന്ത്യയുടെ ധാന്യപുര എന്ന് പറയുന്നത് പഞ്ചാബാണ്. ധാന്യപുര. അപ്പോൾ ഈ പുര എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു വീടായിട്ട് കണക്കാക്കുക. ഒരു 5 വീടുണ്ട്, 5 പുരയുണ്ട് എന്നുള്ള രീതിയിലൊന്ന് ചുമ്മാ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ആന്ധ്രാപ്രദേശ് ആണോ, പശ്ചിമ ബംഗാളാണോ, പഞ്ചാബ് ആണോ എന്ന് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ പുര എന്ന് പറയുമ്പോൾ 5 പുരയുണ്ടെന്ന് ആലോചിച്ചാൽ മതി. ഇന്ത്യയുടെ ധാന്യപുര 5 പുര, പഞ്ചാബ് എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. തെക്കേ ഇന്ത്യയുടെ ധാന്യപുര എന്ന് പറയുന്നത് തഞ്ചാവൂരാണ്. തഞ്ചാവൂർ എവിടെയാണ്? തമിഴ്നാട്ടിലാണ്.
ഓക്കെ, തെക്കേ ഇന്ത്യയുടെ ദാനപുര എന്ന് പറയുമ്പോൾ തെക്കേ ഇന്ത്യ എന്ന് പ്രധാനമായിട്ട് എടുത്തു പറയുന്ന സമയത്ത് തഞ്ചാവൂരാണ് വരിക. ഇന്ത്യയുടെ ധാന്യപുര എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ധാന്യപുരയാണ് പറയുന്നത്. 5 പുരയുള്ളതിന്റെ രീതിയിൽ പഞ്ചാബായിട്ട് കണക്ട് ചെയ്യുക. ഇന്ത്യയുടെ നെല്ലറ എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. നെല്ലറ, നെല്ല് അറ. ഓക്കെ, ആന്ധ്രാപ്രദേശ്. ഓക്കെ, നെല്ല് അറ, നെല്ലറ, നെല്ല് അറ, ആന്ധ്രാപ്രദേശ്. ഒരു ആ കണക്ഷൻ അങ്ങനെയൊക്കെ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. നെല്ല് അറ, ആന്ധ്രാപ്രദേശ്. ധാന്യപുര, 5 പുര, പഞ്ചാബ്. തെക്കേ ഇന്ത്യയുടെ ധാന്യപുര എന്ന് പറയുമ്പോൾ ഒന്നും കൂടി തെക്കോട്ട് വന്ന് ഇവിടെ തഞ്ചാവൂർ. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞത്? 2ാം സ്ഥാനം മാത്രമാണ് ഇന്ത്യക്കുള്ളത്. ഏക്കൽ മണ്ണ്, കല്ലുണ്ടാവുമെന്ന് പറഞ്ഞാൽ ഏക്കൽ മണ്ണ്. ഏറ്റവും കൂടുതൽ നെല്ല് കൃഷി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളാണ്. പിന്നെ അന്താരാഷ്ട്ര നെല്ല് വർഷം, നെല്ല് 2004. ഇന്ത്യയുടെ നെല്ലറ ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയുടെ ധാന്യപുര പഞ്ചാബാണ്. തെക്കേ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് തഞ്ചാവൂരാണ്. ഓക്കെ, നെക്സ്റ്റ് അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം മനില. ഒരുപാട് പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മനില എവിടെയാണ്? ഫിലിപ്പൈൻസിലാണ്. അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം. നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെ? അന്താരാഷ്ട്ര കാര്യമാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ലോകത്തിലെ കാര്യമാണ് പറയുന്നത്. അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം എന്ന് പറയുന്നത് എവിടെയാണ്? മനിലയാണ്. എന്നാൽ നെക്സ്റ്റ് പറയുന്നത് കേന്ദ്രത്തിലെ കാര്യമാണ്. കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കട്ടക്കാണ്. കേന്ദ്രം കട്ടക്ക്. ഒരു കാക്ക കണക്ഷൻ ഓർത്ത് വയ്ക്കുക. കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം എന്ന് പറയുന്നത് കേന്ദ്രത്തിലെ കാര്യം പറയുമ്പോൾ തന്നെ വരുന്നുണ്ട്. കട്ടക്ക് എന്നുള്ള രീതിയിലൊന്ന് ഓർത്ത് വയ്ക്കാം. പിന്നെ നെക്സ്റ്റ് എന്താണ്? അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം എന്ന് പറയുമ്പോൾ മനില ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. മനില എവിടെയാണ്? ഫിലിപ്പൈൻസിലാണ്. നെക്സ്റ്റ്, ഇന്ത്യയിൽ സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന സ്ഥലം കുട്ടനാട്. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്, കേരളത്തിലാണ്, നമുക്ക് അറിയുന്നതാ. നെക്സ്റ്റ്, കുട്ടനാട് പാക്കേജ് പദ്ധതി ആരാണ് ചെയ്തത്? MS സ്വാമിനാഥനാണ്. കുട്ടനാട്ടിലെ നെൽകൃഷി പുനരുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ MS സ്വാമിനാഥന്റെ നേതൃത്വത്തിൽ രൂപം കൊടുത്ത ഒരു പദ്ധതിയാണ് കുട്ടനാട് പാക്കേജ് എന്ന് പറയുന്ന പദ്ധതി. ആരുടെ നേതൃത്വത്തിലാണ്? MS സ്വാമിനാഥൻ. ഓക്കെ, ഇപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം മനിലയാണെന്ന് പറഞ്ഞു. കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം കട്ടക്കാണെന്ന് പറഞ്ഞു. കേന്ദ്ര അല്ലെ. കണക്ഷൻ പറഞ്ഞു. ഇന്ത്യയിലെ സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് കുട്ടനാടാണ്. കുട്ടനാട് പാക്കേജ് പദ്ധതി MS സ്വാമിനാഥനാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കറക്റ്റാണ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റിലേക്കാണ് പോകുന്നത്. നെക്സ്റ്റ് രണ്ടാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭക്ഷ്യവിള എന്ന് പറയുന്നത് ഗോതമ്പാണ്. ഓക്കെ, ഗോതമ്പിന് ആവശ്യമായ മണ്ണ് എന്ന് പറയുന്നത് നീർവാർച്ചയുള്ള ഏക്കൽ മണ്ണാണ്. ഗോതമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു സൗത്ത് ഭാഗത്ത് നമ്മുടെ കേരളത്തിലില്ലല്ലോ. അപ്പൊ കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് യോജിച്ചല്ല എന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക. പിന്നെ ഗോതമ്പൊക്കെ എവിടെയാണ്? നമ്മുടെ പഞ്ചാബ് ഭാഗത്ത്. നമ്മൾ എന്താ പറയുക, മല്ലു സിംഗ് സിനിമയൊക്കെ കണ്ടിട്ടില്ലേ? അപ്പൊ അതിലൊക്കെ ഒരുപാട് ഗോതമ്പ് പാടം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പഞ്ചാബ് ആ ഒരു ഭാഗത്തായിട്ടാണ് കാണുന്നത്. അതുപോലെ ഉത്തർപ്രദേശിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊന്ന് മനസ്സിലൊന്ന് ഉറപ്പിച്ച് വയ്ക്കാം. മണ്ണ് എന്ന് പറയുന്നത് നീർവാർച്ചയുള്ള ഏക്കൽ മണ്ണ്. ഓക്കെ, താപനില എന്ന് പറയുമ്പോൾ 10 to 26 ഡിഗ്രി സെൽഷ്യസ് വരെ. അപ്പോൾ ഒരു നോർത്ത് ഭാഗത്തൊക്കെ എന്താണ് താപനില പൊതുവെ കുറവുള്ളതാണ് അല്ലേ. അപ്പം ഹിമാലയം അങ്ങനെയുള്ള തണുപ്പ് പ്രദേശത്തൊക്കെ ആകുമ്പോൾ ഏകദേശം ഒരു തണുപ്പ്, ഡീപ്പായിട്ടുള്ള തണുപ്പല്ല. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു 10 മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ചൂട് മാത്രം, താപനില മാത്രമേ ഇതിന് വേണ്ടൂ. മഴ കുറവാണ് വേണ്ടത്. 75 സെന്റിമീറ്റർ മാത്രം. 75 സെന്റിമീറ്റർ. നെക്സ്റ്റ്, ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ട്രിറ്റിക്കം ഈസ്റ്റീം. അത് ചോദിച്ചതാണ്. ശാസ്ത്രീയ നാമം എന്തിന്റെയാണ്? ഗോതമ്പിന്റെ. ട്രിറ്റിക്കം ഈസ്റ്റീം. ഓക്കെ, അപ്പൊ ഈ ഗോതമ്പിലൊക്കെ ഈസ്റ്റ് ഒക്കെ ചേർക്കാറുണ്ടെന്ന് ആലോചിച്ച് വെക്കുക. ഗോതമ്പിലൊക്കെ ഈസ്റ്റ് ഒക്കെ ചേർക്കാറുണ്ടെന്നുള്ള രീതിയിൽ ഈസ്റ്റീമുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഗോതമ്പ് ഗാ തിരിച്ചിട്ട ടാ ആവില്ലേ? അല്ലെ, ട്രിറ്റീകം എന്നുള്ള രീതിയിലൊന്ന് ഓർത്ത് വയ്ക്കുക. ട്രിറ്റീകം ഈസ്റ്റീമ. 1ാം സ്ഥാനം എന്തെന്ന്? ലോകത്തിലെ തന്നെ ഗോതമ്പ് ഉൽപാദനത്തിൽ 1ാം സ്ഥാനം എന്ന് പറയുന്നത് ചൈനക്കാണ്. അപ്പൊ നമ്മൾ നെല്ലിന്റെ കാര്യം ചൈനയാണ് പറഞ്ഞത്. ഇതും ചൈന തന്നെയാണ്. ഗോതമ്പും ചൈനയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശിലാണ്. ഇന്ത്യയുടെ അപ്പക്കൂട എന്ന് പറയുന്നത് പഞ്ചാബ്. 5 അപ്പം ഉണ്ട് എന്നുള്ള രീതിയിലൊന്ന് ആലോചിച്ച് വയ്ക്കുക. 5 അപ്പമുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ അപ്പക്കൂട എന്ന് പറഞ്ഞാൽ എന്താണ്? പഞ്ചാബാണ്. ഇന്ത്യയുടെ അപ്പക്കൂട പഞ്ചാബാണ്. 5 അപ്പം ഉണ്ട് എന്നുള്ള രീതിയിലൊന്ന് ഓർത്ത് വയ്ക്കുക.
സ്വയം പരാഗണം നടത്തുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് നെല്ലും ഗോതമ്പും. സ്വയം പരാഗണം നടത്തുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നെല്ലും ഗോതമ്പും. ഓക്കെ, അപ്പൊ എന്താണ് ഗോതമ്പ് പറഞ്ഞത്? മണ്ണ് നീർവാർച്ചയുള്ള ഏക്കൽ മണ്ണാണ് വേണ്ടത്. താപനില 10 മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ. കമ്പാരിറ്റീവ്ലി നെല്ലിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറവ്. മഴ 75 സെന്റിമീറ്റർ, ഇതും കുറവ്, മഴയും കുറവ്. ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് എന്താണ്? ട്രിറ്റീവം, ഈസ്റ്റീവം. ഈസ്റ്റ് ഒക്കെ ചേർക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ട്രിറ്റീവം, ഈസ്റ്റീവം. 1-ാം സ്ഥാനം അല്ലെ ലോകത്തിലെ ഗോതമ്പ് ഉൽപാദനത്തിൽ 1-ാം സ്ഥാനം ചൈനക്കാണ്. ചൈന. ഇന്ത്യയിൽ 1-ാം സ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയുടെ അപ്പക്കൂട എന്ന് പറയുന്നത് 5 അപ്പം ഉണ്ടെന്ന രീതിയിൽ 5 പഞ്ചാബ്. സ്വയം പരാഗണം നടത്തുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് നെല്ലും ഗോതമ്പും. ഓക്കെ, ഇനി ലാസ്റ്റ് ചോളമാണ് പറയുന്നത്. നമ്മുടെ ലാസ്റ്റ് പോയിന്റ് ആണ് ചോളം. ഉഷ്ണകാലത്തും ശൈത്യകാലത്തും കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് ചോളം. ഉഷ്ണകാലത്തും കൃഷി ചെയ്യാൻ പറ്റും, ശൈത്യകാലത്തും കൃഷി ചെയ്യാൻ പറ്റും, 2 കാലത്തും ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന് എത്രയാണ് മഴ വേണ്ടത്? നമ്മുടെ ഗോതമ്പിന്റെ ഏകദേശം അതേ ടൈപ്പ് 75 സെന്റിമീറ്റർ ആണ് വേണ്ടത്. മണ്ണ് നീർവാർച്ചയുള്ള ഫലഭൂയിഷ്ഠിതമായ മണ്ണ്. ഓക്കെ, ഈ ആദ്യത്തെ ചോദിച്ചതാണ് ഉഷ്ണകാലത്തും ശൈത്യകാലത്തും കൃഷി ചെയ്യാൻ പറ്റുന്നത് അല്ലെ? അത് ചോളമാണ്. ഇത് ആദ്യത്തെ പോയിന്റ് ചോദിച്ചതാണ് കേട്ടോ. 75 സെന്റിമീറ്റർ ആണ് മഴ. അതുപോലെ മണ്ണ് നീർവാർച്ചയുള്ള ഫലപുഷ്ടിയായിട്ടുള്ള മണ്ണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് ഇന്ന് പഠിക്കാനുള്ളത്. ഞാൻ ഒന്നുകൂടി പറയാം, ഒന്നുകൂടി വായിക്കാം. ചെറിയൊരു ഭാഗമാണ്. ഓക്കെ, കാർഷിക വിളകളിൽ ഭക്ഷ്യവിളകൾ, നമ്മുടെ ഭക്ഷ്യ ആവശ്യത്തിനായിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. നെല്ല് 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ. കേരള ഓർമ്മ വരണം കേട്ടോ, കേരള ഓർമ്മ വരിക. 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ. മഴ 150 സെന്റിമീറ്ററിൽ കൂടുതലാണ്. ശാസ്ത്രീയ നാമം നമ്മൾ റൈസ് പറഞ്ഞു, റൈസ സറ്റൈവ. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളയാണ് നെല്ല്. ലോകത്തിൽ നെല്ല് ഉൽപാദനത്തിൽ 1-ാം സ്ഥാനം ആർക്കാണ്? ചൈനക്കാണ്. ലോകത്തിൽ അരിയുടെ ഉപയോഗത്തിൽ 1-ാം സ്ഥാനം ചൈനക്കാണ്. അതുപോലെ 2-ാം സ്ഥാനം മാത്രമാണ് നമ്മുടെ ഇന്ത്യക്കുള്ളത്. ഏക്കൽ മണ്ണ്, കല്ലൊക്കെ ഉണ്ടാവും അരിയിൽ എന്ന് പറഞ്ഞാൽ ഏക്കൽ മണ്ണാണ്. ഏറ്റവും കൂടുതൽ പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഗംഗ, ബ്രഹ്മപുത്ര ഡെൽറ്റ ഒക്കെ ഉണ്ട് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ഏക്കൽ മണ്ണൊക്കെ ആ ഒരു ഭാഗത്ത് ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യാൻ പറ്റുന്നത്. അന്താരാഷ്ട്ര നെല്ല് വർഷം, നെല്ല് 2004. ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശ്. നെല്ല് അറ, ഇന്ത്യയുടെ നെല്ല് അറ ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ ധാന്യപ്പുര പഞ്ചാബ്. 5 പുരയുണ്ട് എന്നുള്ള രീതിയിൽ ആലോചിച്ച് വെക്കുക. തെക്കേ ഇന്ത്യയുടെ ധാന്യപ്പുര എവിടെയാണ്? തഞ്ചാവൂരാണ്. അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം മനിലയാണ്. അന്താരാഷ്ട്രം, ലോകത്തിലെ കാര്യമാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ കേന്ദ്രം, ഇന്ത്യയിലെ കാര്യം പറയുന്നു. കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം കട്ടക്കാണ്. കേന്ദ്രം കട്ടക്ക്. ഇന്ത്യയിൽ സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് കുട്ടനാടാണ്. കുട്ടനാട് പാക്കേജ് പദ്ധതി MS സ്വാമിനാഥനാണ് നേതൃത്വം നൽകിയത്. ഓക്കെ, നെക്സ്റ്റ് 2-ാമത് പറയുന്നത് ഗോതമ്പാണ്. മണ്ണ് നീർവാർച്ചയുള്ള ഏക്കൽ മണ്ണ്. താപനില 10 മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ. കമ്പാരിറ്റീവ്ലി കുറവാണ് അല്ലെ? മഴ 75 സെന്റിമീറ്റർ ആണ്. ശാസ്ത്രീയ നാമം എന്താണ്? ഈസ്റ്റ് ഒക്കെ ചേർക്കാറുണ്ട് പറഞ്ഞു. ട്രിറ്റീകം, ഈസ്റ്റീകം. 1-ാം സ്ഥാനം ചൈനക്കാണ്. സെയിം അല്ലെ? നെല്ലും 1-ാം സ്ഥാനം ചൈനക്കാണ്. ഗോതമ്പ് 1-ാം സ്ഥാനം ചൈനക്ക് തന്നെയാണ്. ഇന്ത്യയിൽ 1-ാം സ്ഥാനം ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശാണ്. ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലെ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഇന്ത്യയുടെ അപ്പക്കൂട എന്ന് പറയുന്നത് അപ്പം 5 അപ്പം ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? പഞ്ചാബ്. സ്വയം പരാഗണം നടത്തുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് നെല്ലും ഗോതമ്പും. ഓക്കെ, നമ്മൾ ഈ പഠിച്ച 2 കാര്യങ്ങൾ, നെല്ലും ഗോതമ്പും. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ചോളമാണ്. ഉഷ്ണകാലത്തും ശൈത്യകാലത്തും കൃഷി ചെയ്യുന്നു. മഴ 75 സെന്റിമീറ്റർ ആണ്. മണ്ണ് നീർവാർച്ചയുള്ള ഫലഭൂയിഷ്ഠിതമായ മണ്ണാണ്. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങൾ മാത്രമേ ഇന്നുള്ളൂ. അപ്പൊ നെക്സ്റ്റ് നമുക്ക് നാണ്യവിളകളെ കുറിച്ചാണ് പറയേണ്ടത്. ഞാൻ നെക്സ്റ്റ് ക്ലാസ് ആയിട്ട് വരുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു.